ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കും. ഒരു സംശയവും വേണ്ട, ജോലിയുടെ കാര്യത്തിൽ ഉറപ്പാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോൺവൊക്കേഷൻ സെറമണിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇത്രയും സ്റ്റുഡൻസ് ആണ് ഇന്നിവിടെ പഠിച്ചിറങ്ങുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ഇവർ ജോലി ഉറപ്പ് നൽകുന്നു. ഇവിടെ പഠിച്ചവർക്ക് എല്ലാവർക്കും ജോലി ഉറപ്പാണല്ലേ? അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താ അറിയോ? പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇല്ല, വെറുതെ കാണാതെ പഠിപ്പിക്കുകയാണ്. ഞങ്ങളത് ചെയ്യുന്നില്ല. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്തൊരു കോഴ്സാണെങ്കിലും അതിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഞങ്ങളിതിൽ കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല, ഞങ്ങളെ കുട്ടികളെ സംബന്ധിച്ചോളം ബൈഹാർട്ട് പഠിപ്പിക്കുന്ന പ്രശ്നമല്ല, അവരെ പരീക്ഷയിൽ അത് ബാധിക്കുന്നുമില്ല. ഇപ്പോൾ ഒരു ഒപ്റ്റോമെട്രി കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ റിഫ്രാക്ഷൻ ചെയ്യലാണ് പഠിപ്പിക്കേണ്ടത്. കാരണം 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 99% ആളുകൾക്കും കണ്ണ് കാഴ്ച കുറവാണ്. ഇത് ഡോക്ടർമാരല്ല കണ്ണട നോക്കി അതിൻ്റെ പവർ എഴുതുന്നത്, അത് ഒപ്റ്റോമെട്രിസ്റ്റാണ്. അത് തിയറി പഠിച്ചിട്ട് കാര്യമില്ല, അത് പ്രാക്ടിക്കലായിട്ട് തന്നെ പഠിക്കണം. ആ പ്രാക്ടിക്കൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തുള്ള ഒരു എത്ര കോടി ജനങ്ങളുണ്ടോ അതിൻ്റെ ഏകദേശം പകുതി ആളുകൾ ഇവരുടെ കസ്റ്റമറാണ്. അപ്പോൾ അത് അവർക്ക് തിയറിറ്റിക്കലല്ല, പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ചിട്ടുള്ള കുറേ പുതിയ പരിപാടികളും ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലോകത്ത് എവിടെ ചെന്നാലും ഒരു മലയാളിയെ കാണാൻ പറ്റും എന്ന് പറയുന്ന പോലെ ലോകത്ത് എവിടെ ചെന്നാലും ഇവിടെ അബേറ്റിൽ പഠിച്ചിറങ്ങിയ ഒരാളെങ്കിലും കാണാൻ പറ്റുമല്ലേ? ഇപ്പോൾ 2005 കേരളത്തിൽ ഒപ്റ്റോമെട്രി കോളേജേ അല്ല, ഗ്രാജുവേഷൻ പഠിപ്പിക്കുന്ന ഒരു ഒപ്റ്റോമെട്രി കോളേജും ഇല്ലാത്ത കാലത്താണ് ഞങ്ങൾ ഒപ്റ്റോമെട്രി കോഴ്സ് തുടങ്ങുന്നത്. ഇന്ന് ഞാൻ പലപ്പോഴും ഒരുപാട് വിദേശയാത്ര നടത്തുന്ന ഒരാളാണ്. എൻ്റെ ഒരു അനുഭവം, ഞാൻ പോകുന്ന എല്ലാ യാത്രയിലും എയർപോർട്ടിൽ ഫ്ലൈറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് എൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് വന്ന് എന്നെ കാണാത്ത സംഭവമേ ഉണ്ടായിട്ടില്ല. ഗൾഫ് കൺട്രീസിലുണ്ട്, യൂറോപ്പിലുണ്ട്, US-ലുണ്ട്, UK-ലുണ്ട്. അപ്പോൾ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ കാരണം ഒരു സമൂഹമാണ് ഇവിടെ രക്ഷപ്പെടുന്നത്. ഒരു വിദ്യാർത്ഥി ജോലി കിട്ടി അല്ലെങ്കിൽ വിദേശത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബം മുഴുവനും അതിലൂടെ ഒരു വലിയ നേട്ടമാണ് കൈവരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ജോലി ഉറപ്പാണ്. അത്തരത്തിലുള്ള കോഴ്സുകളാണ് ഇവിടെ നടത്തുന്നത്. ഇന്ന് ഈ ഒരു ഗ്രാജുവേറ്റ് ഡേയിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് മാത്രമായിട്ട് 100-ലധികം സ്റ്റുഡൻസാണ് ഇന്നിവിടെ ഗ്രാജുവേറ്റഡ് ആകാൻ പോകുന്നത്. അബേറ്റിൽ വന്ന് ഇങ്ങനെ പഠിച്ചിറങ്ങിയ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ഏതാണ്? ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ ചോദിച്ചാൽ ഞാൻ എല്ലാവരെയും പോലെ തന്നെ +2 കഴിഞ്ഞ് ഇത് കോഴ്സ് എടുക്കുന്നുള്ളത് ഒത്തിരി സംശയമായിട്ടിരുന്ന സമയത്താണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞൊരു കോഴ്സിനെ കുറിച്ച് കേൾക്കുന്നതും പിന്നെ അതിന് പറ്റിയ കോളേജാണെന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് അബേറ്റിനെ കുറിച്ച് കേൾക്കുന്നത്. നമ്മൾ അങ്ങനെ ജോയിൻ അബേറ്റാണ് ഏറ്റവും നല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ BSc ഒപ്റ്റോമെട്രി കഴിയുമ്പോൾ നോർമലി മറ്റൊരു ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി പുറത്ത് പോയിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ അടിപൊളി ക്ലിനിക്കും നല്ല ഫാക്കൽറ്റീസും ഉള്ളത് കാരണം നമുക്കൊരിക്കലും ഒരു കാര്യത്തിനും ഒരു കുറവായിട്ട് നമുക്ക് അബേറ്റ് തോന്നിയിട്ടില്ല. ഞാൻ എടുത്തത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചോയ്സ് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചേരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതലുള്ളൊരു സംശയമായിരുന്നു ജോലി കിട്ടുമെന്നുള്ളത്. അത് തുടങ്ങി അന്ന് തൊട്ട് അവസാനം ഈ ഒരു ദിവസം വരെ നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മളടുത്ത് പറഞ്ഞത് ഒരു സംശയവും വേണ്ട, ജോലിയുടെ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തെളിവാണ് ഞാൻ. അബേറ്റിന് കോഴിക്കോട്, കണ്ണൂർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലും സെന്ററുകളുണ്ട്. അവിടെയും 200-ലധികം കുട്ടികളാണ് ജോലിയോടെ തന്നെ ഗ്രാജുവേറ്റഡ് ആകുന്നത്. ആഫ്റ്റർ 2 ഇയേഴ്സാണ്, അത് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പിലാണ് ഇപ്പോൾ വന്ന് ഗ്രാജുവേറ്റ് ആവുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. പാരൻസിൻ്റെ കൂടെ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയി. ഞാൻ ലണ്ടനിൽ നിന്ന് ഒരു 15 ഡേയ്സ് ഹോളിഡേയ്സിന് വന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അബേറ്റിന് ഞങ്ങളുടെ മെയിൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരാണ്. ഞങ്ങളുടെ കോളേജ്. ക്ലിനിക്കൽ പോസ്റ്റിംഗ് കംപ്ലീറ്റ് കൊടുക്കുന്നത് പെരിന്തൽമണ്ണയും കോഴിക്കോടും കണ്ണൂരാണ്. ഈ വർഷം ഞങ്ങൾ ചെന്നൈയിലും തുടങ്ങിയിട്ടുണ്ട്. BSc ഒപ്റ്റോമെട്രി ഉണ്ട്, BSc ഇൻ്റീരിയർ ഡിസൈൻ ഉണ്ട്, BArch ഉണ്ട്. അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം തരുമോ,
ഇപ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും പറയുന്നതാണ് നമ്മളെ കുട്ടികൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങളെ കോളേജുകളിൽ തമിഴ്നാട്ടിലെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കുട്ടികൾ ഞങ്ങളെ കോളേജിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കോൺവെക്കേഷന് പങ്കെടുത്തു, നിങ്ങൾ ശ്രദ്ധിച്ചോ, കേരളത്തിലെ മുഴുവൻ കണ്ണാശുപത്രിയിലും ഞങ്ങളെ കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അബേറ്റിൻ്റെ പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? അബേറ്റിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ചെന്നൈയിൽ ഞാൻ പറഞ്ഞു ഈ വർഷം പുതിയ ആശുപത്രി തുടങ്ങുകയാണെന്ന്. അതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അബേറ്റിൻ്റെ ആശുപത്രി തുടങ്ങുക. അപ്പോൾ അതിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അബേറ്റിൽ പഠിച്ച കുട്ടികൾക്ക് അബേറ്റിൽ തന്നെ ജോലി നൽകുക, അത് ലോകത്ത് എവിടെയും നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഒരു വിദേശത്തടക്കമുള്ള രാജ്യങ്ങളിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ തുടങ്ങും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.